ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമന്നാരായണീയം ദശകം 26 ഗജേന്ദ്രമോക്ഷം. ശ്ലോകം 6. ത്വൽസേവായ വൈഭവാധുർനിരോധം യുദ്ധ്യന്തം തം വത്സരാണാം സഹസ്രം പ്രാപ്തേ കാലേ ത്വൽപദൈകാഗ്രസിദ്ധ്യൈ നക്രാക്രാന്തം ഹസ്തിവര്യം വ്യഥാസ്ത്വം. ഇന്ദ്രദ്യുമ്ന മഹാരാജാവിൻ്റെ ഭഗവാനോടുള്ള ഭക്തിയുടെ മഹത്വത്താൽ 1000 വർഷം ആരാലും പരാജിതനാവാതെ പ്രതിസന്ധികളെ വിജയകരമായി തരണം ചെയ്തു. ആ സുഹൃതം അവസാനിച്ചപ്പോൾ വീണ്ടും ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ മനസ്സിനെ ഏകാഗ്രമാക്കാനുള്ള സിദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവാനുള്ള സമയമായപ്പോൾ ഭഗവാൻ തന്നെ മുതലയുടെ ആക്രമണത്തിന് ഗജേന്ദ്രനെ വിധേയനാക്കി. ഭക്തി വർദ്ധിക്കുമ്പോൾ വിനയമാണ് ഭക്തന് വർദ്ധിക്കേണ്ടത്. എന്നാൽ ചിലർക്ക് താൻ വലിയ ഭക്തനാണ് എന്ന അഹങ്കാരമാണ് വർദ്ധിക്കുന്നത്. ഇത് ഭഗവാന് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അത്തരം സന്ദർഭങ്ങളിൽ ഭഗവാൻ അഹങ്കാരഭക്തിയുള്ളവർക്ക് ദുഃഖത്തെ നൽകുന്നു. പരീക്ഷണാർത്ഥമാണ് അങ്ങനെ ചെയ്യുന്നത്. ദുഃഖം വരുമ്പോൾ അഹങ്കാരം നശിച്ച് ഭഗവാനിലേക്ക് മാത്രമായി ശ്രദ്ധാഭക്തി ഉണ്ടാകുന്നു. ഇത് ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഒരു തിരുത്തൽ നടപടിയാണ്. ഭക്തനെ സംബന്ധിച്ചിടത്തോളം മുന്നറിയിപ്പും. സ്വന്തം ശക്തിയിൽ അഭിമാനിച്ച ഗജേന്ദ്രനെ തിരുത്തുവാൻ ഭഗവാൻ മുതലയുടെ ആക്രമണത്തിന് ഗജേന്ദ്രനെ വിധേയനാക്കുകയാണ് ചെയ്തത്. ത്വൽസേവായ വൈഭവാധുർനിരോധം യുദ്ധ്യന്തം തം വത്സരാണാം സഹസ്രം പ്രാപ്തേ കാലേ ത്വത്പദൈകാഗ്രസിദ്ധ്യൈ നക്രാക്രാന്തം ഹസ്തിവര്യം വ്യഥാസ്ത്വം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.